മനുഷ്യൻ്റെ മോട്ടോ, അതായത് മനുഷ്യൻ ജീവിക്കാനുള്ള മോട്ടോ എന്ന് പറഞ്ഞാൽ നാളെ എന്നുള്ള ഒരു ദിവസത്തെക്കുറിച്ചാണ്. അല്ലാണ്ട് നമ്മൾ പറയുന്ന പോലെയുള്ള കുറേ ഉള്ളിലെ ചിന്തകളോ അല്ലെങ്കിൽ മനുഷ്യൻ എൻലൈറ്റ്മെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. മനുഷ്യന് ജീവിക്കാനുള്ള മോട്ടോ എന്ന് പറയുന്നത് നാളെ എന്നുള്ള ദിവസത്തെക്കുറിച്ചാണ്. അതായത് പണ്ട് ഈ മനുഷ്യന്മാരൊക്കെ ഉണ്ടായ സമയത്ത് കേവ്മെൻ ഒക്കെ ആയ സമയമുണ്ടല്ലോ, അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലുള്ള തോട്ട് എന്ന് പറയുന്നത് കേവിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ത്രെട്ടിലകപ്പെടും, മരിക്കും, അല്ലെങ്കിൽ പിടിക്കപ്പെടും, ഏതെങ്കിലും വൈൽഡ് ആനിമൽസ് പിടിക്കപ്പെടും. അപ്പോൾ കേവിനുള്ളിൽ തന്നെ ജീവിക്കുക, ബേസിക് സർവൈവലിന് വേണ്ടി മാത്രം പുറത്ത് പോയിട്ട് വേട്ടയാടേണ്ട ആവശ്യമില്ലാത്ത ഫുഡുകൾ, അതായത് ഫ്രൂട്ട്സ്, പിന്നെ ഈ പക്ഷികളുടെ മുട്ടകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് കേവിലേക്ക് കയറി ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യന്മാർക്ക് ക്യൂരിയോസിറ്റി ഡെവലപ്പ് ആവും. അതായത് ഇവർ കേവിൻ്റെ പുറത്ത് വരുമ്പോൾ ഈ ലോകത്തുള്ള പുതിയ എന്തെങ്കിലും കാഴ്ചകൾ കാണും. അപ്പോൾ ആ കാഴ്ചകൾ കാണുമ്പോൾ വീണ്ടും കേവിലേക്ക് വരികയാണ്. അപ്പോൾ മനുഷ്യനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്, അത് എങ്ങനെ എനിക്ക് അനുഭവിക്കണം, എനിക്ക് ലോകത്തെക്കുറിച്ച് അറിയണം എന്നുള്ള തോട്ട് വരികയാണ്. അപ്പോൾ മനുഷ്യൻ എന്ത് വെച്ചാൽ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യും. അതായത് പുറത്ത് പോകുമ്പോൾ ഈ മൃഗങ്ങൾ സർവൈവ് ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. ഇപ്പോൾ ഷെൽട്ടർ വെക്കാനായിട്ട് കിളി കൂട് കൂട്ടുന്നത്, പിന്നെ ബീവേഴ്സൊക്കെ മരം മുറിച്ചുകൊണ്ടിട്ട് വലിയ ഡാമുകൾ, അങ്ങനത്തെ അത് ഷെൽട്ടർ പണി. അപ്പോൾ അതൊക്കെ കണ്ട് മനുഷ്യൻ എന്ത് ചെയ്തു, ഐഡിയാസ് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ തുടങ്ങി. എന്നിട്ട് ഐഡിയാസ് ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പോൾ കേവല്ലേ, കേവിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഷെൽട്ടർ പണിതിട്ട് ജീവിക്കുക. എന്നിട്ട് ഈ ലോകത്തെ ആസ്വദിക്കുക, ലോകത്തെ കാര്യങ്ങളും ലോകത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ആസ്വദിക്കും. റെസ്റ്റ് എടുക്കും, അത് നൈറ്റ് ആയി കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കും. ആ റെസ്റ്റ് എടുക്കുമ്പോൾ ഈ ലോകത്ത് കണ്ടിട്ടില്ലാത്ത, അത് ഇനിയും കാണാൻ ആഗ്രഹമുള്ള കുറേ കാര്യങ്ങൾ ബാക്കി വരും. അപ്പോൾ ആ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നാളെ കാണാൻ പറ്റുള്ളൂ, ഇന്നൊരു ദിവസം കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ വന്നിട്ട് വീണ്ടും ആ ഷെൽട്ടർ കിടന്നിട്ട് മൈൻഡിൻ്റെ ഉള്ളിൽ നാളെ എനിക്കിത് ചെയ്യണം എന്നൊരു തോട്ട് വന്നിട്ട് അതാണ് ഡ്രൈവ് ചെയ്യുന്നത്.